കല്യാണപ്രായത്തിയ മക്കൾക്ക് കല്യാണം ശരിയാകാതിരിക്കുമ്പോൾ മാതാപിതാക്കൾക്കും സ്വന്തം സഹോദരിമാർക്കും സഹോദരന്മാർക്കെല്ലാം ഭയങ്കര ടെൻഷൻ ഉണ്ടാവും അല്ലേ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ടെൻഷനാണ് ഉണ്ടാകുക. കാരണം എല്ലാം ശരിയായി എൻഗേജ്മെൻറ്റിൻ്റെ ആ ഡേറ്റിനേക്ക് എത്തുമ്പോഴേക്ക് തെറിച്ചു പോവുക, മാറിപ്പോവുക, നിരസിച്ച് കളയുക, അതിൽ നിന്ന് ഒഴിവാകുക. അത് ആണിൻ്റെതായാലും പെണ്ണിൻ്റെതായാലും വളരെയധികം വേദനാജനകമായ കാര്യമാണ്. എല്ലാം ഒത്തു വന്ന് നമ്മൾ അങ്ങേയറ്റം ദുആ ചെയ്യും അല്ലേ. ഒരു പെണ്ണിനെ ആയാലും ഒരു ആണിനെ ആയാലും നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ഇത് ശരിയാവണേ അല്ലാ, നല്ല ഹൈറായ കുട്ടിയാക്കി തരണേ അല്ലാ, നല്ല സാലിഹത്തായ ഒരു മോനായാലും മോളായാലും അള്ളാഹു ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യും. ആ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടു നിൽക്കും. കാരണം വിവാഹം എന്നുള്ളത് ഹൈറായ കാര്യമാണല്ലേ, ഹൈറായ നന്മ ഉള്ള കാര്യമാണ്. ജീവിതത്തിൽ ഒരിക്കൽ സംഭവിക്കേണ്ട ഹൈറായ നല്ല കാര്യങ്ങളാണ്. അള്ളാഹുവിന് ഏറ്റവും നമ്മളെ അനുഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പം അതിൻ്റെ കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീഡിയോ എല്ലാവരും തുടർന്ന് കാണുക, സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക, എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക. നിങ്ങളെ വലിയേറെ ലൈക്ക് ചെയ്യുക, അതുപോലത്തെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലേക്ക് എഴുതി അയക്കുക കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ മക്കളെ? സുഖമായിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്തു തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്തിലും നിഅമത്തിലും ഖൈറും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. അപ്പം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മളെ മക്കളുണ്ടാവും അല്ലേ. ആൺകുട്ടികളും ഉണ്ടാവും പെൺകുട്ടികളും ഉണ്ടാവും. ഇന്ന് ആൺകുട്ടികൾക്ക് കല്യാണം ശരിയാവാത്ത ഒരുപാട് വിഷമിക്കുന്ന ദുഃഖിക്കുന്ന പല മാതാപിതാക്കളുണ്ട്, പല ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ സഹോദരന്മാരുണ്ട്. ഓരോ ആളുടെ കല്യാണങ്ങൾ ശരിയായി എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് അത് തട്ടിമാറ്റി പോവുക, അത് തടസ്സപ്പെട്ടു പോവുക. ഈ തടസ്സപ്പെട്ടു പോകുന്നതെല്ലാം ഭയങ്കരമായ മുസീബത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് നേരെ ഒരു മറ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകും. ഒരു മറ ഇടലെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് കണ്ണേറ് ഉണ്ടാകുക, അസൂയ ഉണ്ടാവും. ചില കുട്ടികളെ ജോലി കണ്ടിട്ടും, ചില കുട്ടികളെ നല്ല സൽപ്രവൃത്തി കണ്ടിട്ടും, ചില കുട്ടികളെ സംസാരവും ആ നീക്കുപോക്കെല്ലാം കണ്ടിട്ടും, നല്ല രീതിയിലുള്ള ഇടപഴകലൊക്കെ കാണുമ്പോൾ അസൂയ കണ്ണേറായി മാറും, കണ്ണേറ് ഷിഹറായി മാറും. അപ്പോൾ തടസ്സങ്ങൾ വന്നു പോകും. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ ആരെങ്കിലും ഇവിടെ അന്വേഷിക്കുമ്പോൾ അതൊരു തടസ്സപ്പെടുത്തുന്ന ഒരു മോശമായ വാക്ക് വെറുതെ ഒരാൾ പറയാൻ അങ്ങനെയുള്ള ആൾക്കാണ് ഇന്ന് പിന്നെ കൂടുതലും ഒരു സന്തോഷം കിട്ടുന്നത്. കാരണം നിങ്ങൾ തന്നെ ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ തുറന്നു നോക്കി ഓപ്പണാക്കി നോക്കിക്കഴിഞ്ഞാൽ മോശമായ വീഡിയോ എത്രമാത്രം ഉണ്ടോ അതിന് എത്രമാത്രം ലക്ഷങ്ങൾ വ്യൂസ് ഉണ്ടോ, നല്ല കാര്യങ്ങൾക്കോ വ്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ മോശമായിട്ടുള്ള പ്രവൃത്തി കാണാനാണ് ഇന്ന് ആൾക്കാർ. അപ്പോൾ ഒരാളെ സങ്കടം കാണാനാണ് മറ്റുള്ളവർ ഇന്ന് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് ഇങ്ങനെ ആലോചന ഇങ്ങനെ കൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴൊക്കെ ഓക്കെ ആയി ശരിയായി വന്ന് അപ്പോൾ ചുറ്റുപാടിലൊന്ന് അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അന്വേഷിച്ച് ജോലി എന്താണെന്ന് അന്വേഷിച്ച് അവന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്ന് പോയി ചോദിച്ച്, അതുപോലെ തന്നെ അയൽവാസികളോടും വീട്ടുകാരോടും ഒക്കെ ചോദിച്ച് അവിടെ ഏത് കവലയിലാണോ അവനിരിക്കുന്നത് ആ കവലകളിലൊക്കെ പോയി ഒന്ന് അന്വേഷിച്ച് എങ്ങനെയാണ് ഇന്നത്തെ. കാരണം ഇന്ന് പല കുട്ടികളും തന്നെ പല രൂപത്തിലായിപ്പോകുന്ന മക്കളുണ്ട്, മനഃപൂർവ്വമല്ലാത്തത് കൂട്ടുകെട്ടിൽ പെട്ടുപോയിട്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് അതിൽ നിന്ന് പിന്മാറാനും കഴിയാത്തൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് കല്യാണം ശരിയാകാൻ ഒരുപാട് വൈകും. കണ്ടാളും കേട്ടാളും ഒക്കെ പരാതി പറയും, ഉള്ളതും പറയും, അതിൻ്റെ പിന്നെ കുറേ കൂട്ടിയിട്ടും പറയും. അപ്പം കല്യാണം കഴിക്കാൻ തന്നെ മനസ്സില്ലാത്തൊരവസ്ഥയിലായിപ്പോകും. കാരണം ചെറിയ തെറ്റിൽ ആരുടെയും കൂടെ ഒന്ന് പോയാൽ അത് ആ തെറ്റ് ചെയ്യുന്ന മുഖ്യധാര കണ്ണി എന്നാണ് പറയുക. അപ്പം സത്യം എന്താണെന്ന് അവനവനിക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ. സ്വന്തം വീട്ടുകാർക്കോ ഉമ്മാക്കോ ഉപ്പാക്കോ പോലും അറിയില്ല, സ്വന്തം മക്കൾക്ക് മാത്രമേ അറിയുന്ന ഞാനൊരു തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന്. പക്ഷെ എത്രമാത്രം ആൾക്കാരോട് പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിയും. അത് സ്വന്തം ഉപ്പാനോടായാലും ഉമ്മാനോടായാലും പറഞ്ഞ് ബോധിപ്പിക്കുന്നതിനൊരു പരിധിയുണ്ട് അല്ലേ. അപ്പം നേറി ഉള്ളിൽ നിന്ന് സങ്കടപ്പെടും. ഇന്നാളെ കൂടെ ഞാൻ പോയത് കൊണ്ടാണല്ലോ എന്നെയും കൂടി ഉൾപ്പെടുത്തി മോശമായ വാക്കുകൾ പറയാനുള്ള സന്ദർഭം ഉണ്ടായത്, അതുകൊണ്ടാണല്ലോ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കല്യാണം ശരിയാവാത്തത് എന്നെല്ലാം ചിന്തിച്ചിട്ട് മാനസികമായിട്ട് ഡിപ്രഷനും പ്രശ്നങ്ങളും മനുഷ്യനല്ലാത്ത ചിന്ത ഇനി എന്തിന് ജീവിക്കുന്നു. ജീവിതത്തിലൊരു കല്യാണം എന്ന് പറഞ്ഞത് അത് നടക്കേണ്ട സമയത്ത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആകെ നാണം കെട്ട് പോവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് കുറേ ആൺകുട്ടികൾ ഇന്ന് പിന്നെ മടുത്തിട്ട് നിൽക്കുന്നുണ്ട് ജീവിതം.
ജോലിക്ക് പോലും ജോലി എന്തിനു ചെയ്യുന്നു ഏതിന് ചെയ്യുന്നു നമ്മൾക്കൊരു ജീവിതം വരെ ഇല്ല എന്ന് വിചാരിച്ചിട്ട് മാനസികമായിട്ടും മടുക്കും. കാരണം പല ഭാഗത്തുനിന്നും അന്വേഷിച്ച് പോകുമ്പോൾ ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് കല്യാണം മുടങ്ങുന്നു, എല്ലാം എൻഗേജ്മെൻറ്റിലേക്ക് എത്തുന്നതും മുടങ്ങിപ്പോകുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഓരോരോ ഉപ്പമാർക്കും ഉണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നം വല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പം ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം നമ്മളെ സഫർ മാസം തന്നെ തുച്ഛമായ കല്യാണം വിവാഹം നിക്കാഹൊക്കെ ചെയ്തിട്ടില്ലോ. അപ്പം അത് മലയാള മാസമായാലും അതിന് ഒരു മാസം നമ്മളെ സഫർ മാസം പോലെ തന്നെ ഏതോ ഒരു സമയം, ഒരു ചെറിയൊരു ദോഷ സമയമുണ്ട്, ഏതോ ഒരു സമയം, അതാർക്കും നിർണ്ണയിക്കാൻ പറ്റില്ല. അപ്പം ഈ മലയാള മാസത്തിനായാലും അവരും നമ്മളെ മുസ്ലിം അല്ലാത്ത ആൾ കല്യാണം കഴിക്കൽ ചിങ്ങമാസം അങ്ങനെ ഏതോ ആണ്. അവരും പറയും നമ്മൾ കന്നിപ്പെണ്ണിനെ കല്യാണം കഴിച്ച് കൊടുക്കൂല എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെയാണ് കന്നി കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, കല്യാണം ഒരിക്കലും നമ്മൾ നടക്കേണ്ടതാണ്. പിന്നെ നിർഭാഗ്യവശാൽ അത് ചിലപ്പം ഒന്നിക്കൽ മരണപ്പെട്ടു പോയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് വിരിഞ്ഞ് പോയിട്ടോ ഉണ്ടാകുന്നൊരു കല്യാണം നടക്കും അല്ലേ. അപ്പം ഈ ഓരോ സന്ദർഭം തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വരുന്ന ഈ കണ്ണേറ് എന്ന് പറയുന്ന അസൂയയിൽ കണ്ണേറ് ഷിഹറായി മാറിയ പിന്നെ തടസ്സം എന്ന് പറയുന്ന ഒരു സംഭവം മറ പോലെയാവും. അതൊരുപാട് കാലം അതിനെ കൊണ്ട് തന്നെ തരണം ചെയ്തിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പം മാനസികമായിട്ടും ശരിക്കും തളർന്നു പോകും, വീട്ടുകാരും മടുത്തു പോകും. ഇനി കല്യാണമൊന്നുമില്ല, ഇനി കല്യാണം കഴിക്കണം, കല്യാണപ്രായമൊക്കെ കഴിഞ്ഞ് ഇനി പോകുന്ന പെൺകുട്ടികളെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെയാണെന്നല്ലേ പറഞ്ഞ് മുടങ്ങുന്നത് എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കലും മുടങ്ങാൻ വേണ്ടി പാടില്ല. കാരണം ഇന്ന് പല കുട്ടികളതും കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു കൊടുത്തത് കൊണ്ട് അവർക്ക് അനുയോജ്യമായ തന്നെ വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഒത്തു വരുമ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞു ഒരുപാട് അന്വേഷിക്കണം. അത്ര ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഈ അന്വേഷിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും വായിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യം പറഞ്ഞു കിട്ടാൻ വളരെ വിഷമിക്കുന്ന സന്ദർഭമാണ് ഇപ്പോൾ. അങ്ങനത്തെ ഒരു കാലത്തിലുള്ളത്. നെഗറ്റീവ് ആരെങ്കിലും 10 ആളിൽ 2 ആൾ നെഗറ്റീവ് പറഞ്ഞാൽ അത് അന്വേഷിക്കുക അതിനെപ്പറ്റി കൂടുതൽ എന്താണെന്ന്. അത് അന്വേഷിച്ചിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് സമ്പാദ്യവും സമ്പത്തും മുതലും പൈസയും ഒക്കെ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, മനസ്സ് നന്നാവണം. ഒരു കുട്ടിയെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവണം. ആ കുട്ടി ഞാൻ തേടിപ്പിടിച്ച് കണ്ടെത്തിയ ഒരു കുട്ടിയാണ്. ആ കുട്ടീനെ യാതൊരു കാരണവശാലും ഒരു തുള്ളി കണ്ണുനീര് ഞാൻ കാരണം അവൾ ഒഴുക്കാൻ വേണ്ടി പാടില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞാൻ പ്രാപ്തനാണ് എന്ന് കണ്ടാൽ മാത്രം കല്യാണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുക. കാരണം എന്നോട് 3-4 ആൾക്കാർ ഇങ്ങനെ പറഞ്ഞല്ല ശരിയാകുന്നുണ്ട്. കാഞ്ഞങ്ങാട് ഭാഗത്തുനിന്നും കാസർഗോഡ് ഭാഗത്തുനിന്നും അതുപോലെ ലക്ഷദ്വീപിലെ ഭാഗത്തുനിന്നൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞില്ല മുമ്പേ ഞാനൊരു വീഡിയോയിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ നമ്പർ പ്രകാരമാണ് ഇവർ വാട്സാപ്പിൽ ഇപ്പോഴും പല ആളുകളും. പക്ഷെ കുറച്ച് ആൾക്കാർക്ക് കിട്ടിയാൽ അവരെന്ത് ചെയ്യും, ഫാമിലിക്കെല്ലാം ഈ നമ്പർ കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോഴും എനിക്കിങ്ങനെ കോളുകളും വാട്സപ്പിൽ വോയിസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ റിപ്ലൈ കൊടുത്ത കാരണം അവരൊക്കെ ഓതി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ് റാഹത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി അല്ലാഹ് നടത്തി കൊടുക്കട്ടെ അല്ലേ. അപ്പോൾ നിങ്ങൾ ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കുക, നമ്മുടെ മക്കളെ നടപടി ശരിയല്ലായിട്ടായിരിക്കും. ശരിയല്ല എന്ന് നിങ്ങൾ കരുതാൻ വേണ്ടി പാടില്ല. ശരിയല്ലാഞ്ഞിട്ടല്ല, ശരിയായ കുട്ടി നല്ല നേമത്തുള്ള കുട്ടിയാണ്. പക്ഷെ നിങ്ങളെ മക്കൾക്ക് അനുയോജ്യമായ അള്ളാഹു ഹൈറാക്കിയ സമയം വരാനുണ്ട്. നമ്മൾ അതിലിടക്ക് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ സന്ദർശിക്കേണ്ടി വരും. ഒരു പെൺകുട്ടീനെ തേടിയിട്ട് ഒരുപാട് ആളുകളായിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരും. ഒരു പെൺകുട്ടീനെ നല്ലൊരു സാലിഹത്തായ ഒരു മോളെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സന്ദർഭങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് പോയിക്കിനെ വേറൊന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ നിൽക്കുക. മനസ്സ് മടുക്കാൻ പാടില്ല. മക്കളെ നമ്മൾ പഴിചാരിയിട്ട് ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിനെ കീറിമുറിക്കുന്നതായ നൊമ്പരപ്പെടുത്താൻ വേണ്ടി പാടില്ല. അവർക്കോ ശരിയാവാണ്ട് നിൽക്കുമ്പോൾ വീട്ടുകാരും കൂടി ഇങ്ങനെ പറയുമ്പോൾ അവരെ മാനസിക നില വല്ലാത്തൊരു വിഷമത്തിലായി പോകും. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ ഓരോ മനുഷ്യനിക്കും ഒരു സൂചി പോയിൻ്റ് പോലെ ഒരു മനസ്സിൻ്റെ സമനിലയിൽ ഉണ്ടാകുക. മനസ്സ് കീറി മുറിക്കുന്നതായ വേദനാജനകമായ വാക്കുകളൊന്നും തന്നെ നമ്മൾ പറയാൻ പാടില്ല. അള്ളാഹുവിന് മാത്രമേ അറിയും നമ്മുടെ മക്കളെ പ്രവൃത്തി എന്താണെന്ന്, നമ്മളെ മക്കളെ നന്മ എന്താണ്, തിന്മ എന്താണെന്ന്. നമ്മൾ മക്കളെ ക്രൂശിക്കാൻ വേണ്ടി പാടില്ല. നല്ല മക്കളായി കിട്ടാൻ വേണ്ടി നമ്മൾ രാവും പകലും ദുആ ചെയ്യുക. മോശമായ കൂട്ടുകെട്ടിലൊന്നും പെടല്ലേ അല്ലാ. മോശമായിട്ട് ഒരാളെ കൊണ്ട് പറയിപ്പിക്കുന്നത് കേൾക്കാനുള്ളൊരു സന്ദർഭം ഉണ്ടാക്കല്ലേ അല്ലാ. നാണക്കേട് വരുത്തിക്കേണ്ട ഒരു സംഭവം നീ ആക്കല്ലേ അല്ലാ. അല്ലാവേ എൻ്റെ മക്കളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാവേ മലക്കിനെ എൻ്റെ മക്കളെ നന്മയ്ക്കുള്ള മനക്കിനെ നീ അയച്ചു കൊടുക്കണേ അല്ലാ. അവരെ കാവലാക്കണേ അല്ലാ. നല്ലതിന് വേണ്ടി മാത്രം അല്ലാവേ എൻ്റെ മക്കളെ കാക്കണേ അല്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യുക.
അറിയുന്ന പോലെ നിങ്ങൾ ദുആ ചെയ്യുക. ഈ ദുആ ചെയ്യാൻ ഒരുപാട് പഠിക്കണം എന്നില്ല. നമ്മളെ പടച്ച റബ്ബ് നമ്മളെ മുന്നിലുണ്ടാകുക. നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ അള്ളാഹ് നമ്മളെ മുന്നിലുണ്ട്. നമുക്ക് എന്തും അറിയുന്ന രൂപത്തിൽ നിങ്ങൾ ദുആ ചെയ്തോ. ആ ദുആയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരും. ആ പ്രതിഫലം തന്നതുകൊണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്ത് ആ സമയാസമയം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് തന്നതുകൊണ്ടുമാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിലാക്കി തരുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുടങ്ങിപ്പോകുന്ന ഒരുപാട് കാര്യമുണ്ടല്ലോ. മുടങ്ങിപ്പോകുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ മുടക്കുന്നവരടുത്തെല്ലാം പോയിട്ട് ലോകത്തിൻ്റെ എല്ലാ കോണിലും പോയിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയില്ല. ആൾക്കാർ വന്ന് അന്വേഷിക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല അല്ലേ. പല ആളും പല ആൾക്കാരോടും അന്വേഷിക്കും. ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നനാളത്തേക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ദിവസം 2 ദിവസം 1 മാസം 1 കൊല്ലം ജീവിച്ച് തീർക്കേണ്ടതല്ല. മരണം വരെ അവർ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമാകുമ്പോൾ പലരോടും വന്ന് അന്വേഷിക്കും. പണ്ടത്തെ പോലെയല്ല. പണ്ട് നമുക്ക് അറിയുന്ന ഒരാളെടുത്തു കഴിഞ്ഞാൽ അവരെ ഏകദേശം നമുക്ക് മനസ്സിലാവും. ഇന്ന് അങ്ങനെയല്ല. അതുകൊണ്ട് ഒരുപാട് അന്വേഷിക്കുമ്പോൾ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറുങ്ങനെ 2 നെഗറ്റീവ് കേട്ട് കഴിഞ്ഞാൽ അവർ പിന്മാറും. അത് സ്വാഭാവികമാണല്ലേ. എല്ലാവരും മക്കളെ പിന്നെ സുരക്ഷ അവരവരുടെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെറുക്കാൻ പാടില്ല, പിന്നോട്ടടിക്കാനും പാടില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുത്ത് റസൂലിൻ്റെ പേരിലേക്ക് 21 സൂറത്തുൽ ഫാത്തിഹ ഓതുക. അതുപോലെ തന്നെ 17 അലം നശ്റ ഓതുക. അതുപോലെ ഇഖ്ലാസില്ലേ, ഇഖ്ലാസ് 21 തവണ ഓതി നമ്മൾ അള്ളാഹുവിലേക്ക് നിയ്യത്ത് വെച്ചിട്ടാണ് ഓതേണ്ടത്. ഇത് ഓതുന്ന സമയത്തൊന്നും സംസാരിക്കാൻ വേണ്ടി പാടില്ല. കൂടാതെ ഒരു ദിവസമേ ചെയ്യണ്ടു, ഒരൊറ്റ നേരെ ചെയ്യണ്ടു കേട്ടോ. എല്ലാ നേരമൊന്നും ചെയ്യണ്ട, ഒറ്റ നേരെ ചെയ്യണ്ടു. അപ്പോൾ ആ കാര്യങ്ങൾ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ച് എല്ലാ അനുഗ്രഹവും കൊടുത്ത് അവർക്ക് റാഹത്തായിട്ടുള്ള വിവാഹം നടന്നു കിട്ടി. നമ്മൾ ചെല്ലേണ്ടതെന്ന് വെച്ചാൽ 3 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതണം കേട്ടോ. 3 പ്രാവശ്യം ആയത്തുൽ കുർസി. ഇതിൻ്റെ ലാസ്റ്റാണ് ആയത്തുൽ കുർസി ഓതേണ്ടത്. ഇത് ഷെറുകളെയും കണ്ണേറുകളെയും മുസീബത്തുകളെയും ഒക്കെ തട്ടി ദൂരപ്പെടുത്തി തരും. അപ്പോൾ ഓരോ കാര്യത്തിനും അതിൻ്റേതായ കാര്യകർമ്മങ്ങളുണ്ട്. ഇഖ്ലാസ് എന്ന് പറയുന്നത് തന്നെ 3 ഇഖ്ലാസ് ഓതിയാൽ ഒരു ഖത്തം ഓതിയതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നാണ് പറയുന്നത്, പണ്ഡിതന്മാർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാം നിയ്യത്താക്കിയിട്ട് നല്ല തഖ്വയോടുകൂടി നല്ല ഇജ്ജത്തോടുകൂടി ഒതുവോടുകൂടി നമസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഓതുക. ഈ ഓതുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി പാടില്ല, ഫോൺ എടുക്കാൻ വേണ്ടി പാടില്ല. ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. നിയ്യത്ത് വെച്ച് ചെയ്യുന്ന കാര്യമാണ്. ഈ നിയ്യത്തിന് ബർക്കത്തുണ്ടാവും, പ്രതിഫലം കിട്ടും, നിഅമത്ത് അള്ളാഹു നമുക്ക് തരും. എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു തരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളാരും തന്നെ മനസ്സ് തകരാൻ പാടില്ല. കാരണം ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വിഷമമുള്ള കാലമാണ്. ചെറിയ നിസ്സാര കാര്യങ്ങളൊന്നുമല്ല. ഒരു 10 ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നടക്കൂല. ഇന്ന് ഇപ്പം ബ്രോക്കർമാരൊക്കെ കൈയൊഴിഞ്ഞു. കാരണം ഇപ്പം ബ്രോക്കർമാരോടൊന്നും ആരും പറയുന്നില്ല കല്യാണത്തിൻ്റെ കാര്യത്തിന്. ഒരു ചെക്കനെ കാണിച്ച ഒരു പെണ്ണിനെ കാണിച്ചാന്ന് പറയുന്നില്ല. അവർ ഒരു പെണ്ണിനെ ചെക്കനെ കാണിച്ചാൽ ലക്ഷങ്ങളാണ് ചോദിക്കുന്നത്. ഒരു കല്യാണം ശരിയാകുമ്പോൾ ബ്രോക്കർമാർ ലക്ഷങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനേക്കാട്ടും നല്ലത് സ്വന്തമായിട്ട് തന്നെ തേടി പിടിക്കുക. ആരെങ്കിലും കെയർ ഓഫിലുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ച് പിടിച്ച് നമുക്ക് കുട്ടീനെ കല്യാണം കഴിച്ച് തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആ കുട്ടീനെ പറ്റി അന്വേഷിക്കുക. അതുപോലെ തന്നെ ആണായാലും പെണ്ണായാലും ചുറ്റുപാട് അന്വേഷിക്കുക. കുട്ടീൻ്റെ പ്രവൃത്തി സ്വഭാവം ഇതൊക്കെ അന്വേഷിക്കുക. അള്ളാഹു ഹൈറായ മക്കളെ നിങ്ങൾക്ക് എത്തിച്ചേരട്ടെ. എല്ലാ വലാലിലും മുസീബത്തിലൊന്നും പെടാതെ ഷെറിൽ പെടാതെ നല്ല എന്താ പറയുക സാലിഹായ മക്കളെ നിങ്ങളെ മക്കൾക്ക് ഇണയാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല കൂട്ടിച്ചേർത്തിപ്പിച്ച് തരട്ടെ എന്ന് ഞാൻ പറയുന്നു. കാരണം ഒരുപാട് ആൾക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും കൂടി ഇതെത്തിക്കുന്നത്. കാരണം ഒരുപാട് ഇന്ന് യുവാക്കൾ കല്യാണം ശരിയാവാതെ ദുഃഖിച്ചിരിക്കുന്നുണ്ട്. ഈ ദുഃഖങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി സന്തോഷം പ്രദാനം ചെയ്തു കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് അല്ലേ. അത് ഹലാലായ കാര്യമാണ്. ആ ഹലാലായ കാര്യം അള്ളാഹു നമ്മളെ കൂട്ടിച്ചേർത്തിപ്പിച്ച് തരും. എത്ര ദീർഘിപ്പിച്ച് പോയാലും ഓരോ നിക്കാഹ് നടക്കാൻ ഓരോ സമയവും സന്ദർഭവും ഉണ്ട്. നമ്മളെല്ലാം എടുത്ത് പിടിച്ചോ തുള്ളിച്ചാടി പോയാലൊന്നും അതൊന്നും നടന്നു കഴിഞ്ഞാൽ അതൊന്നും ശരിക്കുള്ള കാര്യം ആവില്ല. അള്ളാഹു അനുഗ്രഹിച്ച സമയത്ത് നമുക്ക് നടത്തി തന്നാൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് നമ്മളൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ മുതലിനും സ്വത്തിനൊന്നുമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ആ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരൻ്റെയും കല്യാണം കഴിക്കുന്ന പെൺകുട്ടീൻ്റെയും
സ്വഭാവ ഗുണമാണ് ഏറ്റവും നമുക്ക് ഹൈറാക്കി കിട്ടേണ്ടത്. എന്നാൽ തന്നെ എല്ലാ ഭാഗ്യം നമ്മളിലേക്ക് വരും. ഒരു കുടുംബം ഒത്തു പോകണമെങ്കിൽ സ്വഭാവം നന്നായിരിക്കണം. കൂട്ടിച്ചേർത്ത് കുടുംബം ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ, കുടുംബത്തിൽ നല്ല ഇഴകിച്ചേർന്ന് എല്ലാവരോടും നല്ല ഐക്യത്തോടെ നിൽക്കാനുള്ളൊരു മനസ്സുള്ള ഒരാളായിരിക്കണം. എന്നാൽ മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ക്ഷമ ഈമാൻ്റെ പാതിയാണ്. ക്ഷമ ഉള്ള കാലത്തോളം നമുക്ക് കുടുംബം ശിഥിലമാകാതെ ഇരിക്കും. കുടുംബം വേർപിരിയാതെ സന്തോഷത്തിലും ഹൈറിലും സമാധാനത്തിലും കഴിഞ്ഞു പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തു തരും. അപ്പോൾ നിങ്ങളൊന്നും തന്നെ വന്നുകയറിയ പെൺകുട്ടികളോടായാലും കണ്ണും മുഖം കറപ്പിച്ചിട്ടുള്ള ദേഷ്യഭാവത്തിലുള്ള ഒരു സംസാരിക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ നമ്മളുടെ പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരനോട് എന്തെങ്കിലും ഒരു നിസാര പ്രശ്നത്തിനൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അത് അവരുടെ മനസ്സിലൊരു കല്ല് കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നേക്കുമായിട്ട് അവർ മനോവേദന ഉണ്ടാകും അവർക്ക്. ആ പറയുന്ന സമയത്തില്ലെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടും. പിന്നെ അത് മാനസികമായിട്ടുള്ള എപ്പോഴും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ എന്നുള്ളൊരു മനസ്സിലൊരു വേദന ഉണ്ടാവും. അത് നമ്മൾ കാരണം ആവരുത്. ഇപ്പം കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തൊരുമിച്ചിട്ട് പിന്നെ എന്താ പറയുക, സന്തോഷത്തിലും ദുഃഖത്തിലും വിജയത്തിലും തോൽവിയിലും ഒക്കെ തന്നെ ഒന്നിച്ച് നിന്ന് കൊണ്ടുപോയാൽ മാത്രമേ ആ കല്യാണം മുന്നോട്ടേക്ക്, വിവാഹ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുള്ളൂ. പാതി വെച്ച് മുറിയാനുള്ളതല്ല നമ്മുടെ വിവാഹ ജീവിതം, വിവാഹ ബന്ധം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ആരെയും തന്നെ കീറി മുറിക്കുന്നതായ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുക. പരമാവധി വെച്ചാൽ ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ വേണ്ടി പേടിക്കുന്നത് ഇന്നത്തെ കാലത്തെ പല ആൺകുട്ടികളുടെയും പല പ്രവണത കാട്ടിക്കൂട്ടുന്നത് കൊണ്ട് പേടിച്ചിട്ടാണ് അവർ ജോലിയിലേക്ക് വേണ്ടി മാത്രം മനസ്സ് കൊടുക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു കല്യാണം ഇപ്പം നടന്നു പോയി കഴിഞ്ഞാൽ നാളെ നമുക്ക് എന്തെങ്കിലും ഒരു പേടി നമ്മളെ മനസ്സിനെ മാനസികമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കോ, നമ്മളെ ശാരീരികമായിട്ട് നമ്മളെ വേദനിപ്പിക്കോ എന്നുള്ളൊരു പേടി മക്കൾക്കെല്ലാം വന്ന്. പണ്ടത്തെ കാലം അതൊന്നും അറിയില്ല. പണ്ടത്തെ കാലം ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിയായാലും കുത്തായാലും സന്തോഷമായാലും സൗഭാഗ്യമായാലും എല്ലാം അങ്ങ് ഒത്തൊരുമിച്ചിട്ട് അങ്ങ് കഴിഞ്ഞ് കൂടിക്കോളും. ഇന്ന് ശരിയാവും നാളെ ശരിയാവും വിചാരിച്ചിട്ട്. അതുകൊണ്ട് പണ്ട് എന്ന് വെച്ചാൽ ഈ ഡിവോഴ്സ് ആക്കൽ കുറവാണ്. ഇന്നത്തെ കാലം കൂടിക്കൂടി വരികയെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും എളുപ്പത്തിൽ തന്നെ കാണിച്ചു തന്നു. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലെ വിഷമം അല്ലാഹു തീർത്തി തരട്ടെ. കാരണം ഒരു സഹോദരി ഇന്ന് വിളിച്ച് പറഞ്ഞാന്ന് മകൻ്റെ കല്യാണം ഇത്രയും വർഷമായി ശരിയാകുന്നില്ല, ഒരുപാട് അന്വേഷിച്ചു. അപ്പം ഞാൻ ഓരോ കഥകൾ ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആൾക്കാർക്കെല്ലാം ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അത് നടന്നിട്ടുണ്ട്. ഒരു മുഖമറ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ സംഭവം കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാം ശരിയാകും, ഓക്കെ ആവും എന്ന് പറഞ്ഞ് ആ സഹോദരനെ ഞാൻ സമാധാനിപ്പിച്ച്. ഇത്രയും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ബാക്കിയെല്ലാം അള്ളാഹു ഒപ്പം ഉണ്ടാവും. അള്ളാഹുലേക്കാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹു നമ്മളെ ചേർത്ത് പിടിക്കും. എല്ലാം തക്കതായ സമയത്ത് പ്രതിഫലം ഉടനെ നമുക്ക് തരും. പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല. പിടിയും ചെല്ലിയിട്ടായിരിക്കും എല്ലാ സംഭവവും ഒക്കെ ആകുക. തെക്കും തിരക്കുമായിരിക്കും ഉണ്ടാകാൻ. എല്ലാം ഹൈറാക്കി ഭംഗിയാക്കി തരും. അപ്പോൾ ഒരുപാട് നമ്മൾ വേദനിച്ചാൽ പിന്നെ നല്ലതിനായിരിക്കും എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ അപ്പുറം നമുക്ക് ഒരുപാട് സന്തോഷങ്ങളുണ്ടാവും അള്ളാഹ് കരുതി വെച്ചിട്ട്. അത് നല്ല ഹൈറായ സമയത്തിനേക്ക് വേണ്ടിയിട്ടാണ്. ആ സമയത്തിനേക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. മനസ്സിനെ കീറിമുറിക്കുന്നതായ വേദനിപ്പിക്കല്ല വേണ്ടേ. കണ്ണീരൊഴുക്കി പരാതി പറയരുത്. മകന് പെണ്ണ് ശരിയാകുന്നില്ല എന്ന് മറ്റാരോട് തന്നെ പറയരുത്. നമ്മൾ നോക്കുന്നുണ്ട്, ശരിയാവും നോക്കുന്നുണ്ട് എന്ന് മാത്രമേ മറ്റുള്ളവരോട് പറയാൻ പാടുള്ളൂ. ആരോടും പറയാൻ പാടില്ല. ഇങ്ങനെ ഓരോരോ പരാതി പോകുന്നതുകൊണ്ടാണ്. ഇല്ലാത്ത പരാതി അവരുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ശ്രമിക്കുക. എന്നാൽ നമ്മുടെ മക്കളെ കല്യാണം, വിവാഹം, നിക്കാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ സാധിപ്പിച്ചു തരും. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും കിട്ടും. എല്ലാവിധ ഹൈറും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ചു തരട്ടെ. അപ്പോൾ എല്ലാവരിലേക്കും വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും മഅസ്സലാമ.